ഹായ്, ഇന്ന് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് വേറൊരു വീഡിയോയുടെ കഥ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ വീഡിയോയിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ സിഗരറ്റ് വലിച്ചു കളഞ്ഞ് എത്ര നാളായി നിങ്ങളത് തുടങ്ങിയിട്ട്? അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു 10 കൊല്ലം 15 കൊല്ലമായി. നിങ്ങൾ ഈ വലിച്ചു കളഞ്ഞ കാശുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാറ് വാങ്ങായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ വലിക്കാറുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല. നിങ്ങളുടെ കാർ എവിടെ? അയാളുടെ കയ്യിൽ ഉത്തരവില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സേവിങ്സിനെ കാണേണ്ടത്. അയാൾ ആ വലിച്ചു കളഞ്ഞ ആ ക്യാഷ്, ആ സിഗരറ്റ് വാങ്ങി ആ ക്യാഷ് അവിടെ കൊടുത്തു, അത് കഴിഞ്ഞു. അയാൾ അത് ഓർത്ത് വെക്കാറില്ല, അത് പോയ ക്യാഷാണ്. അത് കണക്കൂട്ടി വെക്കുമ്പോൾ അതൊരു വലിയ സംഖ്യ ഉണ്ട് ബാക്കിലേക്ക് കണക്കൂട്ടി വെക്കുമ്പോൾ. മറ്റേ ആള് സേവിങ്സ് ചെയ്തിട്ടില്ല, അയാൾ ഈ വലി പോലെ ഒരു സേവിങ്സ് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞുന്നോ അല്ലെങ്കിൽ ആ ക്യാഷിനെ കുറിച്ച് മറക്കുക. നമ്മൾ ആ എടുത്തു വെച്ച ക്യാഷിനെ കുറിച്ച് വിട്ട് കളഞ്ഞാൽ ആ ക്യാഷ് ഒരു സമയത്ത് ഒരു സംഖ്യയായി മാറും. നമ്മളൊരു കുറച്ച് നാളത്തേക്ക് അങ്ങനെ മാറ്റി വയ്ക്കുക, അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. ഇൻവെസ്റ്റ്മെന്റ് മറന്നു കളഞ്ഞാൽ ക്യാഷ് ഇഷ്ടം പോലെ നമ്മളിലേക്ക് വന്നു ചേരും. നമ്മളെപ്പോഴും ഇൻവെസ്റ്റ്മെന്റിന് മുൻഗണന കൊടുക്കണം. ആദ്യം സേവിങ്സ് ശീലമാക്കി എടുക്കണം, അതിന് ശേഷമായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മളെ ഗ്രോ ചെയ്യിപ്പിക്കുന്നതും അടുത്ത ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മൾ പുതിയൊരു ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റിന് മുൻഗണന കൊടുക്കണം. എന്നിട്ട് അത് മറന്നു കളയണം. അതങ്ങനെ എടുത്തു വെച്ച് നമുക്കൊരു നല്ല റിട്ടയർമെന്റ് ലൈഫ് വേണ്ടേ? അതോ ഇതേപോലെ തന്നെ അധ്വാനിച്ച് ഇനി എല്ലാം ചെലവാക്കി തീർത്ത് 55-ാം വയസ്സിലും പിന്നീടും അധ്വാനിക്കാൻ പോയല്ലാതെ ചെലവ് നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ ട്രാപ്പിൽ പെട്ട് നടക്കണോ? വേണ്ട. നമുക്ക് സേവ് ചെയ്ത് അതിൽ നിന്നും ഇൻവെസ്റ്റും ചെയ്ത് നമ്മളെടുത്ത് വെച്ച് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ്, അതിൽ നിന്നൊരു വരുമാനം വരുന്ന രീതിയിലാക്കണം. അതിനുവേണ്ടി നമുക്ക് ഒത്തുചേരാം. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ, നമുക്ക് വളരാം.